ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനെ തമിഴിൽ പൊട്ടുകടല ഉരുണ്ട എന്ന് പറയും, അല്ലെങ്കിൽ നമുക്കിതിനെ പൊട്ടുകടല ലഡ്ഡു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ ചമ്മന്തിയിലൊക്കെ ഇടുന്ന ഒരു കടല ഉണ്ടല്ലോ, അതാണ് പൊട്ടുകടല. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണണ്ടേ? സ്റ്റേ ട്യൂൺ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പൊട്ടുകടല. എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ ചമ്മന്തിയിലൊക്കെ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പൊട്ടുകടല. അപ്പോൾ ഈ പൊട്ടുകടല നമുക്കിപ്പോൾ ഒരു 1.5 കപ്പ് വേണം. അടുത്തതായിട്ട് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാര. അപ്പം 1.5 കപ്പ് പൊട്ടുകടലേക്ക് 1 കപ്പ് പഞ്ചസാര മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഈ 3 സാധനങ്ങളുള്ളൂ നമുക്ക് ഈ ലഡു ഉണ്ടാക്കാനായിട്ട്. സോ നെയ്യ് നമ്മളിനി ഉരുക്കണം, ഇങ്ങനെ നമ്മൾ ഇടാൻ പാടില്ല. ഇനി നമുക്ക് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടുകടലയും പഞ്ചസാരയും നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ, പൊട്ടുകടല നല്ല രീതിയിൽ പൗഡേർഡായിട്ട് വന്നിട്ടുണ്ട്. ഒരു കട്ട പോലും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ പൊടിപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ പഞ്ചസാരയും നല്ല രീതിയിൽ പൊടിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് നെയ്യ് ഒന്ന് ചൂടാക്കി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം അതിന്. അപ്പോൾ നെയ്യ് നന്നായിട്ട് ഞാൻ ചൂടാക്കി ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ പാത്രം വേണം എല്ലാം മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ആദ്യം പൊടിപ്പിച്ചത് പൊട്ടുകടല അത് ഇട്ട് കൊടുക്കുക അതിനകത്തോട്ടേക്ക്. അടുത്തത് നമ്മൾ പൊടിപ്പിച്ച പഞ്ചസാര അതും ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നെയ്യ് ഇപ്പം ചെറിയ ചൂടുണ്ട്, അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ ലഡുയുടെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടായിരിക്കും, അത് വേഗം പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. ഇതിപ്പോൾ ഞാൻ കണ്ടില്ല, ആ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ നോക്കി ഒഴിക്കുക. ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലാണ്ട് കുഴഞ്ഞു പോകും. അപ്പം ആവശ്യത്തിന് മാത്രം നെയ്യ് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ എനിക്ക് ആ 1 കപ്പ് നിറച്ച് നെയ്യ് വേണ്ടി വന്നു, കണ്ടില്ല. അപ്പം ഇതാണ് നമുക്ക് ആ ഒരു പരുവം. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണം, പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടി വീഴാൻ വേണം. ആ ഒരു തരത്തിലുള്ള ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ ഉരുളകളായിട്ട് അല്ലെങ്കിൽ ഓരോരോ ലഡുവായിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടുകടല ലഡു റെഡിയായി, അല്ലെങ്കിൽ പൊട്ടുകടല ഉരുണ്ടെന്ന് വെച്ചത് തമിഴ്നാട് സ്വീറ്റാണ്. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ മദർ ഇൻ ലോയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. അപ്പോൾ ഇത് വായിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മെൽറ്റാകും. കാരണം നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ വേഗം പൊട്ടി വരും. അതേപോലെ തന്നെ നമ്മൾ വായിലിടുമ്പോൾ നല്ല രീതിയിൽ മെൽറ്റായി പോകും. അപ്പോൾ നിങ്ങൾക്കിതൊരു 2-3 ആഴ്ചയോളം അല്ലെങ്കിൽ 1 മാസത്തോളം എങ്കിലും നമുക്കൊരു ടൈറ്റ് ചാറിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ കേടാകാണ്ട് നമുക്ക് ഉപയോഗിക്കാം. സോ താങ്ക് യു.